ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടയില്ലാത്ത അടപ്പായസമാണ്. ഇത് കണ്ടാലോ കഴിച്ചാലോ ഒരിക്കലും മനസ്സിലാവില്ല അത് അടപ്പായസം അല്ല എന്നുള്ളത് കേട്ടോ. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇതൊരാൾക്ക് അടപ്പായസം അല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. മാത്രമല്ല ഇതിൽ നമ്മൾ മിൽക്ക് മെയ്ഡോ പാൽപ്പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പാലും പഞ്ചസാരയും വെച്ചിട്ടാണ് ഇത്രയും നല്ല പിങ്ക് അടപ്പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. അടയില്ലാത്ത അടപ്പായസം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ, കരിയരുത്. ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഇങ്ങനെ കാരമലൈസായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര പാല് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് തെറിക്കും കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതാണ്. നമ്മുടെ പാസ്തയോ അല്ലെങ്കിൽ മാക്രോണിയോ മതി കേട്ടോ. ഇതിപ്പോൾ മാക്രോണിയാണ്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഈ പാസ്ത വേവുന്നത് വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡോ പാൽപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ നമുക്ക് ഈ പാസ്ത വെന്ത് വരുമ്പോഴേക്ക് തന്നെ ഇത് നന്നായിട്ട് കുറുകി നല്ല കറക്റ്റ് പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇതിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല എന്നൊന്നും നമുക്ക് തോന്നൂല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി ഇതുപോലെ ഒരു പാല്, നമ്മൾ എടുത്ത പാൽ അതിൻ്റെ പകുതി ആവുന്നത് വരെ ഒന്ന് ഇതുപോലെ ആക്കി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ട് കിട്ടും. കണ്ടാലും കഴിച്ചാലും കറക്റ്റ് അടപ്പായസം തന്നെയാണ്. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു പായസം പോലെ തോന്നും കേട്ടോ. പക്ഷേ ഇതിൽ നമ്മളതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മാക്രോണി പായസമാണ്. മാക്രോണിയോ പാസ്തോ എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.